ഹലോ ഫ്രണ്ട്സ്, ആർജി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കായും ബീഫും ഉള്ളൊരു കറിയാണ്. ഇതിൽ ബീഫ് വേവിക്കാൻ ആവശ്യമായ ചേരുവകൾ: ഒരു സവാള, ഒരു കുടം വെളുത്തുള്ളി, 3 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, വേപ്പില. ഇനി നമുക്ക് നന്നായി കഴുകിയ ബീഫിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നര ടേബിൾ സ്പൂൺ ചതച്ച കുരുമുളക് പൊടി ചേർക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇത് നന്നായിട്ട് തിരുമ്മി നമുക്കൊരു 7 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ ഒരു 6 വിസിൽ ലോ ഫ്ലെയിമിലും വരെ വേവിച്ചെടുക്കാം. ഇവിടെ ഞാനൊരു 1/2 കിലോ കായാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കായും ചേർത്ത് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ബീഫ് കായക്കറിയിലേക്ക് വറുത്തെടുക്കാനുള്ള ചേരുവകൾ നമുക്ക് പരിചയപ്പെടാം. ഒരു അരമുറി നാളികേരം, 1/2 ടീസ്പൂൺ കുരുമുളക്, 3 വെളുത്തുള്ളി, കുറച്ച് വേപ്പില, ഒരു 4 കരയാമ്പൂവ്, ഒരു ഇടത്തരം പട്ട, കുറച്ച് ജാതിപത്രി, വേപ്പില. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചക്കുത്തുണ്ട് മല്ലിക്ക്, അത് മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് ചേർക്കാം. കുറച്ചും കൂടി എണ്ണയുടെ കുറവുണ്ട്, നമുക്കത് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു 5 ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 2-3 വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റാം. ഈ റെസിപ്പി സാധാരണ കല്യാണത്തിൻ്റെ തലേ ദിവസങ്ങളിലൊക്കെ വെക്കുന്ന ഒരു കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഇടത്തരം ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു ചെറിയ സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. ഞാൻ ഇത്തിരി എണ്ണ ഒഴിച്ചപ്പോൾ കൂടിപ്പോയി, അതുകൊണ്ട് നിങ്ങൾ എണ്ണ ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പിലയും ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം.
അപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് വഴറ്റാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മീറ്റ് മസാല കൂടി ചേർക്കുന്നുണ്ട്. ഇത് ചേർത്താൽ ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ മസാല ചേർക്കുന്നത്. ഓൾറെഡി നമ്മൾ മുഴുവൻ മസാല തേങ്ങ അരച്ചതിൽ ചേർത്തിട്ടുണ്ട്. എന്നാലും ഈ മീറ്റ് മസാല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിതൊട്ടും വെള്ളമില്ലാതെയാണ് അരച്ചത്. നിങ്ങളും ഇതേപോലെ തന്നെ അരച്ചെടുക്കണം. വെള്ളം ചേർത്ത് അരക്കുകയാണെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറും. എപ്പോഴും നമ്മൾ വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരക്കാൻ ശ്രമിക്കണം. അത് നിങ്ങൾക്ക് അരക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് അരച്ചെടുത്താൽ മതി. നമുക്കിത് എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കായും ബീഫും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതേപോലത്തെ ചെറിയ ചെറിയ റെസിപ്പിയുമായി എല്ലാ ദിവസവും ഞാൻ വരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ കറിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാനപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ നല്ലോണം ഗ്രേവി ഉണ്ടാവും. അങ്ങനെ നമ്മുടെ കറിയിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിന് കുറച്ച് വേപ്പിലയും കൂടി ഒന്ന് തൂവി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. താങ്ക് യു.